നിങ്ങളുടെ വീഡിയോയുടെ കാര്യത്തില് വേറൊരു പ്രശ്നം ലൈക്ക് ചിലവര് റിയാക്ട് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു. റോസ്റ്റിംഗ് അല്ല, റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു ഈ ഒരു നമ്മുടെ മലയാളി വെച്ച് നോക്കുമ്പോൾ മാരേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ ഒരു സംഭവം ഒരു കോണ്ടന്റ് ആക്കി എടുത്തു, പിന്നെ അമ്പലം യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ക്രിറ്റിസിസം കണ്ടായിരുന്നു. പറയാനുള്ള എന്താ പറയാ, ഞങ്ങള് താലി കെട്ടുന്നത് കാണിക്കുന്നില്ല, ഞങ്ങള് മാല നമ്മള് കോപ്രായം എന്ന് പറയുമ്പോ അമ്പലത്തിന്റെ മുന്നിൽ കയറി കെട്ടിപ്പിടിക്കുന്നില്ല, ഒരു സ്ത്രീയെ സിന്ദൂരം ഇടുന്നില്ല, ചെയ്യുന്നില്ല, പിന്നെ അമ്പലം അടച്ചിട്ടേക്കാണ്. അപ്പൊ അതിന്റെ പാർക്കിംഗ് ഉണ്ട് അവിടെ, ജസ്റ്റ് നടന്നൊന്ന് പോയതുള്ള. നമ്മൾ ആൽബം ഷൂട്ട് ആണെങ്കിലും ഫോട്ടോ ഷൂട്ട് ആണെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അതുപോലെ ജസ്റ്റ് ഞാൻ എന്റെ മാല ഞാനും ഇട്ടു, അവന്റെ മാല അവനും കഴുത്തിയിട്ട് ജസ്റ്റ് നടന്നു പോകുന്നു. സ്വന്തമായിട്ട് കയറ്റി കിട്ടത്, അല്ലാണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് വീഡിയോ എടുക്കുന്ന തന്നെ ഇട്ടിട്ട് ചെയ്തതല്ല. നമ്മള് സ്വന്തമായിട്ട് തന്നെ കയറ്റി കിട്ടത്. വെറുതെ എന്തിനാ അത്? കാരണം അത്രയും ചുറ്റും വേറെ ആൾക്കാർ ക്യാമറ എടുക്കണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരുന്നത്? ഞാൻ ശ്രദ്ധിച്ചില്ല. പുറത്തുനിന്നും ആൾക്കാരെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പല ഇതിലും വന്നിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസ്. ഇപ്പൊ പിന്നെ ചിലവര് പറയാറുണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തു. കാരണം സാധാരണ ഈ വെഡിങ് ഫോട്ടോഷൂട്ട് എന്ന് പറയണതേ ഇങ്ങനെ രീതി മാത്രമല്ല, ഒരുപാട് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പലത് കട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് പ്ലാൻ ചെയ്തല്ലേ ഈ കട്ടിങ്സ് ആണ്. നമ്മള് എടുത്തു നോക്കി. അപ്പൊ അതേപോലത്തെ കണ്ടന്റ് ഒന്നും നമ്മൾ ഇതിനകത്ത് ചെയ്തില്ല. ആൾക്കാരെ കോപ്രായം എന്ന് പറയാം, ഇത് കൈ പിടിച്ച് നടന്നതിന് കോപ്രായം. ജസ്റ്റ് ഒരു ആൾക്കാര് വിശ്വസിക്കില്ലല്ലോ, ആൾക്കാര് വിശ്വസിച്ചല്ലോ. നോർമലായിട്ട് ഇപ്പൊ പറഞ്ഞ വീഡിയോയുടെ കാര്യം അതെല്ലാം എന്ന് പറഞ്ഞാല് ആൾക്കാർ കണ്ട് ശീലിച്ചൊരു കാര്യം. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഓക്കെ റിയൽ ആയിട്ടൊരു ന്യൂസ് ആണ്. ശരിക്കും തോന്നുന്നുണ്ടോ ഒറിജിനൽ ഫോട്ടോ മറ്റേ വെഡിങ് ഫോട്ടോ ഷൂട്ട് മാത്രമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊമോഷന് വേണ്ടി ആൾക്കാർ ചെയ്യാറില്ലേ? സെലിബ്രിറ്റീസ് ചെയ്യാറുണ്ടോ? ഇല്ലേ? യെസ് ഓർ നോ? അപ്പൊ പിന്നെ കുഴപ്പമില്ല ഈ ഒരു സംഭവം ഇങ്ങനെ. പക്ഷെ നമുക്ക് അവസാനം ഞാൻ പറയുന്നുണ്ട് അത് അന്നേരം തോന്നി എഴുതാ നമുക്ക് ഇങ്ങനെ. ഞങ്ങൾക്ക് വേണ്ടത് കണ്ടന്റ് റീച്ച് ആകുക. ഇത്രയും റീച്ച് അല്ല പ്രതീക്ഷിച്ചത്. കണ്ടന്റ് 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം പേര് കാണുക, അല്ലാണ്ട് ഇത്രയും റോസ്റ്റ് ആവുന്നൊന്നും ഓർത്തില്ല. പിന്നെ ഫ്രണ്ട്സുകൾ റോസ്റ്റ് ചെയ്തു. ഫ്രണ്ട്ഷിപ്പേ ഇപ്പൊ സന്തോഷ് വർക്കി ആണെങ്കിലും അഭിലാഷ് ടൈം റൈറ്റ് അങ്ങനത്തെ 2-3 പേര് മറ്റേ റോസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കാൻ വന്നത്, ഇപ്പം പൊതുവെ പിന്നെ ഞാൻ കണ്ടൊരു കമന്റ് ആണ്. കമന്റ് ഒബ്വിയസ്ലി നെഗറ്റീവ് ആയിരിക്കും. അതിലൊരെണ്ണം കണ്ടതാണ്, ഇപ്പോ ശ്രീലക്ഷ്മി ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഓക്കെ ശ്രീലക്ഷ്മിക്ക് വൈറലാവണം, ആൾക്കാർ ശ്രദ്ധിക്കണം, അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ കമന്റ്സ് ഒക്കെ കണ്ടത്. അപ്പൊ അതിനോട് അതെനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. ഞാൻ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. വൈറലാവാനല്ലാതെ ആരും ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്നും ചെയ്യില്ല. ചുമ്മാ പോയി ആരും ചുമ്മാതെ ചെയ്യില്ലല്ലോ. ഇപ്പൊ എല്ലാരും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന വൈറലാവാൻ വേണ്ടി തന്നെയാ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ആ കല്യാണം കഴിഞ്ഞിട്ട് നടക്കാം, അല്ലെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞെന്ന് പറയാമെന്നുള്ള അന്നേരം ആ സമയത്ത് തോന്നിയ സാധനം. ഒരു വെഡിങ് ഫോട്ടോഷൂട്ടേ ഉദ്ദേശിച്ചുള്ളൂ. അതും ഇത്ര പരിധിയിൽ ഒരു വൈറലാവുമായിരിക്കും ചിലപ്പം, അത്രേ കരുതിയുള്ളൂ. പക്ഷെ അന്നേരം തോന്നിയൊരു സംഭവം വൈറലാ എന്താ തോന്നുന്നു. ഇല്ല, വേണ്ടാന്ന് ഒരിക്കലും തോന്നിയില്ല. എനിക്ക് സന്തോഷമാണ് തോന്നിയ. പെട്ടെന്ന് എന്തോ തോന്നിയല്ലോ മനസ്സിൽ, അത് ചെയ്യുകയും ചെയ്തു. അത് ഇത്രയും വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തോ ഇച്ചിരി പറയാൻ അതെനിക്ക് പോസിറ്റീവായിട്ടാ തോന്നുന്നേന്ന്. മറ്റേ കാര്യം നെഗറ്റീവ് കമന്റ് എനിക്ക് പോസിറ്റീവ് കിട്ടി. സംഭവം കിട്ടി. ഈ വ്യക്തി എന്ന് പറഞ്ഞ ശ്രീലക്ഷ്മി ഇത് എന്റെ വീഡിയോ വരുന്നതിന് മുന്നേ തന്നെ 1-2 പ്രോഗ്രാം ചെയ്തിരുന്നു. പേര് ഞാൻ പറയുന്നില്ല. അതൊരു ദാസേട്ടനോട് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫെയിം സ്റ്റെപ്പ് പോയി ഒരു ഇന്റർവ്യൂ ചെയ്തു. അത് ട്രോളോന്നിരുന്നു. അതൊന്നും വെറുതെ വലിച്ചിടല്ലേ, ദൈവത്തെ ഓർത്ത്. അത് കഴിഞ്ഞ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. നീയായിട്ട് എന്തിനാ അതെടുത്തിരുന്ന ഫെയിം സ്റ്റെപ്പ്? അതെന്തിനാ പറയുന്നത്? ഇവിടെ ചോദിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി, നീ കയ്യിൽ നിന്നിട്ട് പറയണ്ട. പറയുന്നില്ലേ
ഇല്ല അത് പറയണ്ട. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ആടാ, അതെന്റെ കഴിഞ്ഞ ഒരു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് നമ്മൾ വീണ്ടും വലിച്ചിടണ്ടല്ലോ.